ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞങ്ങൾക്ക് എന്നാലും ഞങ്ങളെക്കാളും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളത് ജിസ്നയ്ക്കാട്ടോ. ഇന്ന് അവളുടെ ഗ്രാജുവേഷനാണ്. ഞാൻ ഗ്രാജുവേഷൻ്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാജുവേഷൻ ഫുൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോരെ. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല അടിപൊളി വെയിലുള്ള ദിവസം. പക്ഷെ നടക്കാനുള്ള മടി കൊണ്ട് ടാക്സി ബുക്ക് ചെയ്തു. അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ടാക്സിയിൽ 3 പേരെ കയറ്റിയോളും. ഞാനും ജസ്റ്റിനെ നടന്നാണ് വന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നടന്ന് വന്നുകൊണ്ട് ഈ ഒരു വ്യൂ കിട്ടിയിട്ടോ. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും അടിയായിരുന്നു. ഞാനും ജസ്റ്റിനെയും പയ്യെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരാണ്. അവൾ വിചാരിച്ചു ഞാൻ ഫോട്ടോ എടുക്കാമെന്ന്. അത് കഴിഞ്ഞാണ് കൊച്ചിന് കത്തിയത്. ഞാൻ വീഡിയോ ആണ് എടുത്തത്. നമ്മൾ ഗ്രാജുവേഷൻ്റെ അവിടേക്ക് ചെന്നു. പാവം കൊച്ചിൻ്റെ മുഖം കണ്ടാലേ അറിയാം, നല്ല ടെൻഷനുണ്ട്. ഇതാട്ടോ, നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് മേടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സെവേൺ ക്യാമ്പസിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് മേടിച്ചിട്ടാണ് നമ്മൾ പിന്നെ കത്തീഡ്രലിലേക്ക് പോകുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ, പക്ഷേ അത് കഴിഞ്ഞും കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യൂവിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ക്യൂ ഒക്കെ കഴിഞ്ഞത് ഇവർക്ക് ഗ്രാജുവേഷന് കത്തീഡ്രലിലേക്ക് കയറാനുള്ള 2 ടിക്കറ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടയ്ക്ക് ഇടുന്ന സെറിമണിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നെ കണ്ടില്ലേ, എന്താ അവളുടെ സന്തോഷം. അത് കഴിഞ്ഞത് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വൂസ്റ്റർ എന്നുള്ളൊരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. അതിനും ഉണ്ടായിരുന്നു ക്യൂ, എല്ലാത്തിനും ക്യൂ ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളത് ഓൺ ദ വേ ടു കത്തീഡ്രലാണ്. ഇവിടുന്ന് നമുക്ക് കത്തീഡ്രലിലേക്ക് സെവേൺ ക്യാമ്പസിൽ നിന്ന് കത്തീഡ്രലിലേക്ക് ഒരു 20-15 മിനിറ്റ്സൊക്കെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കത്തീഡ്രൽ എത്തി. ഇവിടെ എല്ലാവർക്കും സീറ്റ് നമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ A7 എന്ന് പറഞ്ഞ സീറ്റിലായിരുന്നു. എന്നെ അവിടെ കൊണ്ട് എത്തിയിട്ട് പോയാൽ മതി എന്നാണ് ഒരാൾ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ജിസ്നേനെ അവളുടെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഞാനും ജസ്നയാണ് കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. കാരണം 2 സീറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാനിപ്പോൾ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണേന്നല്ലേ, ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്, നല്ല ബോറടിയാണ്, കുറേ നേരെ വന്നിരിക്കണം, ഇതുവരെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ജസ്നേൻ്റെ അടുത്ത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വീഡിയോ എടുക്കാൻ പറയുകയും ചെയ്തു കേട്ടോ. ഇതാണ് കത്തീഡ്രലിൻ്റെ ഒരു ഹോൾ വീഡിയോ. പഴയ പള്ളിയാണ്. ഇനി കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട് ഇതുവരെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇവരൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ട്യൂട്ടേഴ്സ് ആട്ടോ. അത്രയൊക്കെ മതി. Grow and make positive impact on the world. Each of you has an individual story of determination and success, and today the whole university celebrates those stories. We are very proud of your achievements. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാജുവേറ്റ്സിനെ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഇത്ര നാൾ അവർ ഹാർഡ് വർക്ക് ചെയ്തതിന് എല്ലാവരും ഒരു അപ്രിസിയേഷൻ പോലെ കൈയടിക്കുന്നതാണ്. വീഡിയോയിൽ ഇടാൻ വേണ്ടി ജസ്നേൻ്റെ അടുത്ത് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞത് ജിസ്നേനെ സ്റ്റേജിൽ വിളിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്. അവളാണെങ്കിൽ സ്റ്റേജിൽ വിളിച്ചപ്പോൾ കൂവണേൻ്റെ തിരക്കിൽ വീഡിയോ എടുക്കണ കാര്യം മറന്നുപോയി. പിന്നെ ഈ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ്റെ സ്പീച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാ ഗ്രാജുവേറ്റ്സും ഫസ്റ്റാണ്. എല്ലാ ഗ്രാജുവേറ്റ്സാണ് ആദ്യം വരിയായിട്ട് പോകുന്നത്. കുറേ നേരം നോക്കി ജിസ്നേനെ. അങ്ങനെ അവൾ വന്നു. പക്ഷെ അവൾ മുഖം പോലും കാണിക്കാതെ പോയി.
ഞങ്ങൾ ഏറ്റവും പുറകിലായതുകൊണ്ട് ഇവരെല്ലാവരും തീർന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാണുന്നത് ഫോട്ടോ എടുക്കൽ മഹാമംഗമാണ്. നിങ്ങളിത് കാണുക. ഫോട്ടോ എടുക്കൽ മഹാമംഗം അതാണ്. ആ കാണുന്നതാണ് ഫോട്ടോഗ്രാഫർ, ഇന്നത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ആ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ മോഡൽ. എങ്ങനെ പോസ് ചെയ്യണമെന്ന് കിളിയിലാണ്ട് നിൽക്കുന്നു, പ്രേതത്തിനെ പോലെ. മുടിയൊക്കെ ഒതുക്കാണെങ്കിൽ ഭദ്രകാളി ആവില്ലായിരുന്നു. പോസ് ഇടാനുള്ള ശ്രമത്തിലാണ് എൻ്റെ സഹോദരൻ. അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ഫോട്ടോഗ്രാഫർമാരെ വർക്ക് എടുക്കുന്ന ഒരു പാവനുണ്ട് ജന്തുക്കൾ. എറിഞ്ഞു പറയണതിന് മുമ്പ് എറിയും. നമ്മൾ ഗ്രാജുവേഷനും പിന്നെ ഫോട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ 7 ക്യാമ്പസിലോട്ടാണ് വന്നത്. ഇവിടെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഗ്രാജുവേറ്റ്സും ഇവിടെ വന്നിട്ട് ഡ്രിങ്ക്സും കുടിച്ച് പിന്നെ ഫോട്ടോ ഫ്രെയിമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ജിസ്റ്റിനൊന്നും മേടിച്ചില്ല. ഞങ്ങൾ ഷാമ്പെയിനും കപ്പ് കേക്കും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം രാവിലെ ഒരു പഴംപൊരി കഴിച്ചിട്ട് വന്നതാണ്. പിന്നെ ഒരു സാധനം പോലും അകത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരും കേക്കും ഷാമ്പെയിനും കുടിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ സ്ഥലത്ത് വന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു ജിസ്നയ്ക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് നല്ല അടിപൊളി ചൂടായിട്ടുള്ള നൂഡിൽസ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബായ്.